വയനാട് ഉരുൾപൊട്ടൽ തൻ്റെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം തന്നെയാണ് വിതച്ചത്. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും നഷ്ടപ്പെട്ട ശ്രുതിയുടെ ജീവിതത്തിലേക്ക് ഒരു വലിയൊരു വെളിച്ചമായി കടന്നു വന്നത് ജെൻസൺ എന്ന യുവാവായിരുന്നു. എന്നാൽ വാഹനാപകടത്തിൽ പ്രതിസുതവരനായ ജെൻസൺ മരണപ്പെടുകയും ചെയ്തു. ആ വാഹനാപകടത്തിൽ കാലിലും കമ്പികളിടേണ്ട അവസ്ഥയാണ് ശ്രുതിക്ക് വന്നത്. ഇപ്പോൾ കാലിൽ കുറച്ച് വേദനയുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നും ശ്രുതി നേരെ പോയത് കൽപ്പറ്റയിലെ വാടക വീട്ടിലേക്കാണ് പോയത്. ശ്രുതി ജെൻസന്റെ വീട്ടിലേക്ക് പോവാനായിരുന്നു ഇരുന്നത്. പക്ഷേ ഹോസ്പിറ്റൽ അടുത്തായതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ബന്ധുക്കളുടെ കൂടെ പോവാനാണ് ആഗ്രഹിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോകേണ്ടത് 2-3 ദിവസം അടുപ്പിച്ചടുപ്പിച്ച് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജെൻസന്റെ വീട്ടിൽ പോകാതെ ഞാൻ എൻ്റെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് വന്നതെന്നും ശ്രുതി വ്യക്തമാക്കി. ജീവിതത്തിൽ കരുത്തോടെ മുന്നേറാനാണ് ഞാനിപ്പോൾ തയ്യാറെടുക്കുന്നത്. ജെൻസന്റെ സ്വപ്നം എന്താണെന്ന് എനിക്കറിയാം. അവൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാനിപ്പോൾ ഏറെ ആഗ്രഹിക്കുന്നത്. നാളെ എനിക്കൊരു ലാപ്ടോപ്പ് വേണം. അത് കിട്ടിക്കഴിഞ്ഞാലാണ് എനിക്ക് ജെൻസന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ വിംസിലോട്ട് പോകുന്നില്ല. അവിടെ ഞാനൊരു അക്കൗണ്ടൻ്റായി ജോലി നോക്കാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. ഇനി എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ഇച്ഛായന് വേണ്ടിയാണ്. എൻ്റെ ഇച്ഛായൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇച്ഛായൻ ആ ബിസിനസ് ഒരുപാട് ആഗ്രഹിച്ച് ചെയ്തതാണ്. അതിനുവേണ്ടി ഇച്ഛായൻ ലോണ് വരെ എടുത്തു. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി എൻ്റെ ഇച്ഛായൻ്റെ ആഗ്രഹം സാധിക്കുക, അത് മാത്രമാണ് എനിക്ക് ചെയ്യാനുള്ളത്. അത് ഞാൻ ചെയ്ത് കാണിക്കുക തന്നെ ചെയ്യും.